എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇവിടെ ഇപ്പോൾ ബുൽമാൻ ടീമിനെ കാണിക്കും. വിടലിനാണെങ്കിൽ ഇപ്പോഴും ആ ഒരു ഡ്രാഗൺ ബോളിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഉടനെ മാസ്റ്ററും അതുപോലെ തന്നെ ബുൽമയുടെ പപ്പയും എല്ലാവരും പറയും, വെജീറ്റ ഫൈറ്റിലും പരാക്രമത്തിലും ഇല്ലാതായ ഒരുപാട് ജനങ്ങളുണ്ട്, അവരെ വേണം നമ്മൾ ആദ്യം തിരികെ പിടിക്കാനെന്ന് പറയും. ഉടനെ ബുൽമയാണെങ്കിൽ ഇപ്പോ ആ ഡ്രാഗനെ വിളിക്കുകയാണ്. അതാണെങ്കിൽ അടുത്ത നിമിഷം മുകളിലേക്ക് വന്ന് അവിടെ മുഴുവൻ ഡാർക്കാവും. കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ ആൾക്കാർ ആണെങ്കിൽ ഡാർക്ക് ആവുന്നത് കണ്ട് ഷോക്ക് ആവുകയാണ്. ഓ നോ, ഇവിടെ ശരിക്കും എന്താ സംഭവിക്കണേ? ആരോ ഷെൽട്രോണിനെ ഇവിടേക്ക് വിളിക്കാനായി ശ്രമിക്കുന്നുണ്ട്. അതിന് മൊട്ടപ്പം പറയും, ഇത് മറ്റാരുമല്ല, ബുൽമാൻ ടീം തന്നെയാണ്. ഓൾറെഡി വെജീറ്റ കൊന്നുകളഞ്ഞവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അവൾ ശ്രമിക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അവരാണ് ഇത് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ടെൻഷൻ കൂടും. ഓ നോ, ഇപ്പൊ അവര് ഷെൽട്രോൺ ഉപയോഗിച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള സഹായങ്ങളൊന്നും അതിൽ നിന്ന് കിട്ടില്ല. ഒരു വർഷം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. നടക്കുന്ന കാര്യങ്ങളൊന്നും അവരറിയാത്തതുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നത്. എത്രയും വേഗം അവരെ തടഞ്ഞിട്ടില്ല എങ്കിൽ ഇത് വലിയൊരു ഘട്ടത്തിലേക്ക് വഴിതെളിക്കും. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ എത്രയും വേഗം അവിടേക്ക് പോയി അവരെ തടയാമെന്ന് പറഞ്ഞ് ഇപ്പൊ അവിടുന്ന് കടന്നു പോകും. അതേസമയം ഇവിടെയാണെങ്കിൽ ആ ഡ്രാഗൺ അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഡ്രാഗൺ ആണെങ്കിൽ അവരെ നോക്കി പറയും, നിങ്ങളുടെ 3 ആഗ്രഹം അത് സാധിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വിടലിനാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഓ നോ, ശരിക്കും കാണുന്നത് സത്യമാണോ അതോ മിഥ്യയാണോ ചിന്തിക്കും. അടുത്ത നിമിഷം ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പോ ആ ഡ്രാഗനോട് പറയും, മരിച്ചുപോയ പാവപ്പെട്ട ജനങ്ങൾ, നല്ലവരായ ജനങ്ങൾ എല്ലാവരും തിരികെ ജീവനോടുകൂടെ വരണം. ആ വില്ലന്മാരാരും തന്നെ ജീവനോടുകൂടെ വരാൻ പാടില്ല. ഉടനെ ഡ്രാഗൺ ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് മരിച്ചുപോയ നല്ല ആൾക്കാരെ എല്ലാവരെയും ജീവനിലേക്ക് കൊണ്ടുവരാണ്. ആ പിങ്ക് മാനും ഒരുപാട് ജനങ്ങളും ജീവൻ കിട്ടി ഇപ്പൊ ഹാപ്പി ആവും. രണ്ടാമത്തെ ആഗ്രഹം അത് ഇപ്പൊ ഡ്രാഗൺ ചോദിക്കുന്ന അതേസമയം ഗോക്കു അവിടേക്ക് വരും. ഓ നോ, കാര്യങ്ങൾ കൈവിട്ടുപോയി. അവർ രണ്ടാമത്തെ ആഗ്രഹം ചോദിക്കാൻ പോവാണ്. ഗോകുവിന്റെ ശബ്ദം കേട്ട ചീച്ചിയും ബുൽമയും എല്ലാവരും ഇപ്പൊ ഗോകുവിനെ നോക്കുകയാണ്. ചീച്ചി ആണെങ്കിൽ ടെൻഷനാവും. ഗോകു, നീ എവിടെയായിരുന്നു? എന്റെ മകൻ ഗോഹാനും ഗോട്ടനും അവർ രണ്ടുപേരും എവിടെ? ആണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കും. അതിനുശേഷം ഡെൻഡയോട് കണക്ട് ചെയ്ത് അവനോട് സംസാരിക്കും. ഞാൻ എത്താൻ അല്പം വൈകിപ്പോയി. ട്രോണോട് ഒരാഗ്രഹം ചോദിച്ചു കഴിഞ്ഞു. അതിന് ഡെൻഡ പറയും, ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. ഇപ്പൊ നിർത്തുകയാണെങ്കിൽ 4 മാസത്തിന് ശേഷം ബാക്കി 2 ആഗ്രഹങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ട് കഴിയും. അതിന് ഗോക്കുവും ഒക്കെ പറയാണ്, ടെൻഷൻ ആവണ്ട, എന്റെ ഫാമിലിയും ബുൽമയും മാസ്റ്ററും എല്ലാവരും ഇവിടെ ഉണ്ട്. എത്രയും വേഗം സേഫായ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ ഡ്രാഗനോട് ഇപ്പൊ ഞങ്ങൾക്ക് ഈ ഒരൊറ്റ വിഷു മാത്രം മതി, ബാക്കിയുള്ളത് പിന്നീട് മതി എന്ന് പറഞ്ഞ് അതിന് പറഞ്ഞയക്കും. ഡ്രാഗനാണെങ്കിൽ അതിനൊക്കെ പറഞ്ഞ് കടന്നു പോവാണ്. ബുൽമയാണെങ്കിൽ ഇപ്പോ ട്രങ്ക്സിനെ കുറിച്ചും വെജീറ്റയെ കുറിച്ച് ചോദിക്കും. അതിന് ഗോക്കു മറുപടി പറയാൻ നിൽക്കുകയാണ്. കട്ട് ചെയ്ത മാജിക് ബൂവും ബാബുഡിയും അവരാണെങ്കിൽ ഇപ്പോഴും ഭൂമിയോട് പറന്ന് നടക്കുകയാണ്. ബാബുഡി ആണെങ്കിൽ മാജിക് ബൂവിനോട് പറയും, സത്യത്തിൽ ഇവിടെ എന്താ നടക്കണേ? ഇരുടാവുന്നു, നോർമൽ ആവുന്നു, എന്തൊക്കെയോ സസ്പീഷ്യസ് ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ നടന്നാലും നമ്മളെ ഇതൊന്നും ഏശാനായിട്ട് പോകുന്നില്ല. ഇങ്ങനെ വെറുതെ പോയിട്ട് കാര്യമില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് പിങ്ക് മാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ തിരികെ കിട്ടിയെന്ന് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഓ നോ, ഇതെങ്ങനെ സംഭവിച്ചു? മരിച്ചുപോയി ഞാൻ എങ്ങനെ ജീവിതത്തിലേക്ക് തിരികെ വന്നു? അദ്ദേഹം ജീവനോട് കൂടെയുണ്ട്, എത്രയും വേഗം അദ്ദേഹത്തെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഫ്ലൈ ചെയ്തു പോകും. കട്ട് ചെയ്താ ഇവിടെ സുപ്രീം കായ് ആളാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ ഗോഹാനെ തേടി പോവാണ്. ഗോഹാൻ അവൻ മരിച്ചിട്ടില്ല, ജീവന്റെ സ്പന്ദനം അതിപ്പോഴും അവന്റെ ബോഡിയിൽ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ തളർന്നു വീഴും. ഉടനെ പിങ്ക് മാൻ ആണെങ്കിൽ ഏകദേശം ആ കാട്ടിലെത്തി ചുറ്റും നോക്കും. ഒരുപാട് മൃഗങ്ങളൊക്കെ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ട് ആള് എതിർ ദിശയിലേക്ക് പോകും. ഉടനെ അവിടെ തളർന്നു കിടക്കുന്ന സുപ്രീം കായെ കണ്ടെത്തി, സുപ്രീം കായ് ഇത് ഞാനാണ് പിങ്ക് മാൻ, കണ്ണു തുറക്കാൻ പറഞ്ഞ് ആളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ പിങ്ക് മാൻ ആണെങ്കിൽ ഇപ്പോ അദ്ദേഹത്തിന് പവർ കൊടുത്ത് ബാക്ക് ടു നോർമൽ ആക്കുകയാണ്. സുപ്രീം കായ് ആണെങ്കിൽ പിങ്ക് മാനെ കണ്ട് ഞെട്ടും. നീ ആ പോരാട്ടത്തിൽ മരിച്ചതല്ലേ? അവനെ വീണ്ടും ജീവനോടുകൂടെ വന്നെന്ന് ചോദിക്കും. അതേസമയം ഇവിടെ ഗോക്കു ആണെങ്കിൽ അവരോടും ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് എത്രയും വേഗം സേഫായ ഒരു സ്ഥലത്തേക്ക് പോകണം, സോ ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ ചേർത്ത് പിടിച്ച് റെഡി ആയിട്ട് നിൽക്കും. ഇവിടെ വിടലിന് മാത്രം നടക്കുന്നതും കാണുന്നൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അമ്മയുടെ പപ്പയും അമ്മയാണെങ്കിൽ ഇപ്പോൾ അവളോട് പറയും, ഞങ്ങൾ ഇവിടെ നിന്നേ പറ്റൂ, തീർച്ചയായിട്ടും വെജീറ്റ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വേണം. അതിന് ബുൽമയാണെങ്കിൽ സമ്മതിക്കില്ല. അവരാണെങ്കിൽ അവരുടെ സ്റ്റാൻഡിൽ അങ്ങനെ തറപ്പിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം എല്ലാവരും അവിടുന്ന് പോകാൻ തയ്യാറാവും. ഗോക്കു ആണെങ്കിൽ ബിഡലിനോട് നീ വരുന്നില്ലെന്ന് ചോദിക്കും. അവളാണെങ്കിൽ 110 ഓടി വന്ന് കൈ പിടിക്കുകയാണ്. ഞാൻ തീർച്ചയായിട്ടും വരുന്നുണ്ടെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ പിങ്ക്മാനും സുപ്രീം കായും അവർ രണ്ടുപേരും നടന്ന കാര്യങ്ങൾ പരസ്പരം സംസാരിക്കും. എത്രയും വേഗം ഗോഹാനെ അവനെ കണ്ടെത്തണം, അവന് ജീവനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, നമുക്ക് അവനെ കണ്ടെത്തി നമ്മളെ കൊണ്ട് കഴിയും പോലെ അവനെ ബാക്ക് ടു നോർമലാക്കി എടുക്കണമെന്ന് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബാബുഡിയും മാജിക് ബൂ അവർ രണ്ടുപേരും ഒരു സിറ്റിയിലേക്ക് വന്ന് ഇറങ്ങുകയാണ്. റോഡിൽ യാതൊരു മാനേഴ്സും ഇല്ലാതെ വന്നു നിൽക്കുന്ന മാജിക് ബൂവോട് ഇപ്പോൾ ഒരു പയ്യൻ തട്ടിക്കേറുകയാണ്. അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കും. മാജിക് ബൂവിനാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടില്ല. ഒരു കാരണവശാലും ആരും എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവന്റെ ബോഡിയുടെ പാർട്ട് എടുത്ത് അത് ആളുടെ ബോഡിയിൽ അങ്ങനെ ചുറ്റി വലിച്ച് അവനങ്ങനെ സ്ക്വീസ് ചെയ്ത് കളയുകയാണ്. അതിനുശേഷം അവൻ മുൻപോട്ടേക്ക് നടന്നു പോകും. ബാബുഡി ആണെങ്കിൽ നീ എവിടേക്കാ പോണേ, എന്താ ചെയ്യണേ ചോദിക്കും. ആണെങ്കിൽ ഇപ്പോൾ ഒരു കേക്ക് ഷോപ്പിലേക്ക്
ഓടിയെത്തും. അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് ഒക്കെ തകർത്ത് അവനാണെങ്കിൽ ഓരോരോ കേക്കുകളും സ്വീറ്റ്സുകളുമായിട്ട് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. യാതൊരുമില്ലാതെ അവൻ അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസുകളെല്ലാം തല്ലി പൊട്ടിച്ച് ഒന്നൊന്നായിട്ട് കഴിക്കും. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളും കസ്റ്റമേഴ്സും എല്ലാവരും ഭയന്ന് ഓരോ ഭാഗത്തേക്ക് പോകും. ഒരു സ്റ്റാഫ് ആണെങ്കിൽ അതിനോട് നീ എന്തായി ചെയ്യണമെന്ന് ചോദിക്കും. ഉടനെ അവനാണെങ്കിൽ സ്റ്റാഫിനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. ബാബുടി ആണെങ്കിൽ ഇപ്പോൾ അവനോട് പറയും, നീ ഇവിടെ വെറുതെ നിന്ന് സമയം കളയരുത്. അതിന് മാജിക് ബൂ പറയും, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, ഇറ്റ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞ് അത് പ്രോസസ് ആവുന്ന ആ ഒരു മെഷീനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അവനത് കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി ആണെങ്കിൽ ബാബുടിയുടെ ഡ്രസ്സ് അത് ചവിട്ടി പിടിക്കും. ബാബുടി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് എന്റെ ഡ്രസ്സിൽ നിന്ന് കാലെടുക്ക്. അതിനവള് പറയും, നിന്റെ ഫ്രണ്ട് എന്റെ ഷോപ്പ് തകർത്ത് കളഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്ന കേക്ക് സ്വീറ്റ്സും ഒക്കെ അകത്താക്കി, മര്യാദയ്ക്ക് എല്ലാത്തിന്റെയും കോമ്പൻസേഷൻ അത് തരാതെ നിന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞയക്കില്ല. അതിന് ബാബുടി പറയും, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല, നിങ്ങളിപ്പോൾ ഉള്ള ഈ ഇടവും ഭൂമിയും ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യാനും അടക്കി ഭരിക്കാനും ശേഷിയുള്ള ഒരാളാണ് ഞാൻ. സോ മര്യാദയ്ക്ക് എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. അതിന് അവളാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, നീ ആരാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല, ഇവിടെ ഉണ്ടാക്കിയ നാശനഷ്ടത്തിന്റെയും കഴിച്ചു തീർത്ത ഭക്ഷണത്തിന്റെയും പൈസ തന്നേ പറ്റൂ. ശേഷം അവളാണെങ്കിൽ ബാബുടിയെ ആഞ്ഞ് കറക്കുകയാണ്. ഉടനെ ബാബുടി ആണെങ്കിൽ ഒരു ഉപയോഗിച്ച് അവളെ അങ്ങനെ പറത്തി കളയും. അതേസമയം പുറത്താണെങ്കിൽ ഒരുപാട് പോലീസുകാരങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ബാബുടി ആണെങ്കിൽ ഇപ്പോ മാജിക് ബോർഡ് പറയും, മര്യാദയ്ക്ക് നീ പുറത്തേക്ക് വാ, ആർത്തി ഇതുവരെ തീർന്നില്ലേ, പുറത്ത് പോലീസ് വളഞ്ഞിരിക്കുകയാണ്, എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകണം. പറയുന്നത് അനുസരിച്ചിട്ടില്ല എങ്കിൽ വീണ്ടും നിന്നെ ഞാൻ ആ ബോളിലേക്ക് ആക്കുമെന്ന് പറയും. അത് കേട്ട് മാജിക് ബൂ ആണെങ്കിൽ പുറത്തേക്ക് വരും. ഒരു ഓഫീസറാണെങ്കിൽ ഹാൻഡ് കഫ് അവന്റെ നേർക്ക് കൊണ്ടുവരികയാണ്. അവൻ ആ ഹാൻഡ് കഫ് പറിച്ചെടുത്ത് ഇപ്പൊ അങ്ങനെ ചുരുട്ടിക്കൂട്ടി ഒരു ഓഫീസറിന് നേരെ വലിച്ചെറിയും. പോലീസുകാരാണെങ്കിൽ ബോവിനെ അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യും. ബോ ആണെങ്കിൽ ആ ബുള്ളറ്റ്സ് എല്ലാം പുറത്തേക്ക് തെറിപ്പിച്ച് കളഞ്ഞ് ഒരു പോലീസ് ജീപ്പ് തകർത്ത് കളയാണ്. മാജിക് ബൂ ആണെങ്കിൽ ബാബുടിയോട് പറയും, നമുക്കിനി ഇവിടെ വെറുതെ കളയാൻ സമയമില്ല, എത്രയും വേഗം ആ പച്ച മനുഷ്യനെയും കുട്ടികളെ അവരെ കണ്ടെത്തണം, അവർ നമുക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതേസമയം ഇവിടെ ആണെങ്കിൽ സുപ്രീം കായോട് പറയും, ആ മാജിക് ബൂവിന്റെ പവർ കൂടി വരികയാണ്, അവൻ ഈ പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിന് സുപ്രീം കായ് പറയും, ജയിക്കാൻ ചെറിയൊരു ചാൻസ് നമ്മുടെ ഭാഗത്ത് ഇപ്പോഴും ബാക്കിയുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പ്രതീക്ഷ ആ ഗൊഹാനിലാണ്. സത്യത്തിൽ സയൻസിന് ഇത്രയും പവർ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. എത്രയും വേഗം ഗൊഹാനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവർ ആ കാടിന് ചുറ്റും പരിശോധിക്കും. അപ്പോഴായിരിക്കും കാട്ടിൽ ബോധമില്ലാതെ കിടക്കുന്ന ഗൊഹാനെ അവർ കണ്ടെത്തുക. സുപ്രീം കായും അതുപോലെ പിങ്കുമാനും അവർ രണ്ടുപേരും അവനെ ചെക്ക് ചെയ്യും. പിങ്കുമാനാണെങ്കിൽ സുപ്രീം കായോട് പറയും, അവന് ജീവനുണ്ട്, പക്ഷേ നിമിഷം അവന്റെ ജീവൻ അവന് നഷ്ടമായേക്കാം, എത്രയും വേഗം അവനെ സുഖപ്പെടുത്തണം, നമുക്കിവനെ എത്രയും വേഗം കായ് ലോകത്തേക്ക് കൊണ്ടുപോകണം. അത് കേട്ട് പിങ്കുമാൻ പറയും, നിങ്ങൾ എന്തായി പറയണേ, കായ് വേൾഡ് അത് ശരിക്കും പുണ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്, അവിടേക്ക് ഇവനെ കൊണ്ടുപോകാൻ കഴിയോ? സുപ്രീം കായ് പറയും, നമുക്കിപ്പോ അവൻ അവിടേക്ക് കൊണ്ടുപോയേ പറ്റൂന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചേർന്ന് അവനുമായിട്ട് അവരുടെ ആ ഒരു സ്ഥലത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ബുൽമയും ചീച്ചിയും അവരാണെങ്കിൽ വെജീറ്റയും ട്രങ്ക്സിനെയും ഗൊഹാനെയും ഗോട്ടനെയും അന്വേഷിക്കും. അത് കേട്ട് എല്ലാവർക്കും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഗോക്കു ആണെങ്കിൽ അവരോട് പറയും, ഇനി ഇത് മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല, ട്രങ്ക്സും കോട്ടനും അവർ രണ്ടുപേരും ഇവിടെ സേഫ് ആയിട്ടുണ്ട്, പക്ഷേ വെജീറ്റയും അതുപോലെ കൊഹാനും അവർ രണ്ടുപേരും മരണപ്പെട്ടു. അത് കേട്ട് ബുൽമയ്ക്കും ചീച്ചിക്കും വലിയൊരു ഷോക്ക്. ചീച്ചിയാണെങ്കിൽ ബോധം കെട്ട് താഴേക്ക് വീഴും. ബുൽമയാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് കരയാനായിട്ട് തുടങ്ങുകയാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഇവിടെ വിടലിന് അവൾക്കാണെങ്കിൽ ഗൊഹാം മരിച്ചത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ അവൾ കരയാനായിട്ട് തുടങ്ങും. ഉടനെ ക്യാറ്റ് അവിടേക്ക് വന്ന് ഗോകുവിനോട് പറയും, നമ്മൾ ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, മാജിക് ബൂ അവൻ വളരെ പവർഫുൾ ആണ്, അവൻ ഈ ലോകം തന്നെ നശിപ്പിച്ചു കളയും, അതിനു മുൻപ് എന്തെങ്കിലും ചെയ്യണം. ക്യാറ്റ് ആണെങ്കിൽ അത് പറയുന്ന അതേ നിമിഷം തന്നെ ഇപ്പൊ ബാബുടി ആണെങ്കിൽ ലോകം മുഴുവനും അവന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.